അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ മൻ ലാ നബിയ്യ ലദീന മുസ്തഫ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അന്യ സ്ത്രീകളുമായി ഇടപെടേണ്ട സാഹചര്യം എനിക്കും നിങ്ങൾക്കും ദിനംപ്രതി വരാറുണ്ട്. നമ്മുടെ നാടിൻ്റെ സാഹചര്യത്തിൽ, ഇന്നത്തെ ലോകത്തിൻ്റെ സാഹചര്യത്തിൽ നമുക്കത് ധാരാളമായി ആവശ്യം വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ രണ്ട് രീതിയിൽ ആളുകൾ ഇതിനെ കാണാറുണ്ട്. ഒന്ന്, അന്യ സ്ത്രീ ചെറുപ്പത്തിൻ്റെ ആവേശം കൊണ്ടും അല്ലാതെയൊക്കെ ആയിട്ട് അന്യ സ്ത്രീകളുമായി എങ്ങനെയെങ്കിലുമൊക്കെ ബന്ധം സ്ഥാപിച്ച് അല്ലെങ്കിൽ തെറ്റായ ഉദ്ദേശത്തോടു കൂടി സ്ത്രീകളെ സമീപിക്കുന്ന ആളുകളുണ്ട്. അതേസമയം അത് നമുക്കെല്ലാവർക്കും ഒരു ഫിത്നയാണ്, ഞാനും നിങ്ങളൊക്കെ അകപ്പെടാൻ സാധ്യതയുള്ള ഒരു ഫിത്നയാണ്. അതേസമയം ഈ ഒരു ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അന്യ സ്ത്രീകളുമായി ഇടപെടാനേ പാടില്ല. അവർ അങ്ങനെ അന്യ സ്ത്രീ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ജോലി ചെയ്യാൻ പോലും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സ്ട്രീമിലേക്ക് സ്ത്രീകളുമായി ഇടപെടാനേ പാടില്ല എന്നുള്ള രീതിയിൽ എക്സ്ട്രീമായി ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. എന്നാൽ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ മൂസ അലൈഹിസ്സലാമിൻ്റെ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്കൊരു പാഠമുണ്ട്. ഇപ്പോൾ സൂറത്ത് ഖസസിൻ്റെ 21-ാമത്തെ വചനം മുതലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കഥ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ രണ്ട് നോൺ മഹ്റമായിട്ടുള്ള ആളുകൾ, ഒരു മൂസ അലൈഹിസ്സലാമും ഒരു സ്ത്രീയും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനാണ് ഈ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ച് തരുന്നത്. നമുക്കറിയാം, ഫിറഔനിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ മൂസ അലൈഹിസ്സലാം മിദിയൻ എന്ന താഴ്വരയിൽ എത്തിപ്പെടുകയാണ്. ഒന്നും തന്നെ ഇല്ലാതെ, എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട്, ഭക്ഷണമോ വെള്ളമോ കയ്യിൽ പണമോ ഒന്നും, ഒരു ജോലി ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം ഇവിടെ എത്തിപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ എത്തിപ്പെട്ടിട്ട് അദ്ദേഹം കുറച്ച് കഴിഞ്ഞ് കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കിണറിൽ വെള്ളമുണ്ട്. ഈ വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടി ധാരാളം ആളുകൾ അവിടെ കൂടി നിന്ന്, അവിടെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇപ്പോൾ ഒരു വെള്ളം കളക്ട് ചെയ്യുന്ന സ്ഥലത്ത് എത്രത്തോളം ആളുകൾ തിക്കും തിരക്കും ബഹളം ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം അദ്ദേഹം കാണുന്നു. കുറച്ച് പിന്നിലായിട്ട്, കുറച്ച് അപ്പുറത്തൊന്നും മാറി നിന്ന്, ആണുങ്ങൾ മാത്രമുള്ള ഈ ഒരു സന്ദർഭത്തിൽ രണ്ട് സ്ത്രീകൾ മാത്രം മാറി നിൽക്കുന്നത് അദ്ദേഹം കാണുകയാണ്. അപ്പോൾ ഈ രണ്ട് സ്ത്രീകൾ കുറച്ച് മാറി നിൽക്കുന്നു. അവർ അവിടെ കൂടിയിരിക്കുന്ന പുരുഷന്മാരിൽ നിന്നും ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർ രണ്ടുപേരും മാത്രം മാറി നിൽക്കുന്നു. ഇവിടെ ഇത്രയും പുരുഷന്മാരുണ്ട്, അവർക്ക് വെള്ളം ആവശ്യമായ സന്ദർഭമാണ് എന്ന് മൂസ അലൈഹിസ്സലാമിന് കണ്ടാൽ മനസ്സിലാവുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ മൂസ അലൈഹിസ്സലാം നേരെ ചെന്ന് ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ സ്ത്രീകളുമായി, അഥവാ അദ്ദേഹത്തിന് അന്യർ എന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഈ രണ്ട് സ്ത്രീകളുടെ അടുത്തേക്ക് മൂസ അലൈഹിസ്സലാം അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് അദ്ദേഹം അവരോട് ചോദിക്കുന്നത് രണ്ട് വാക്കുകളാണ്. ഖാല മാ ഖത്ബുകുമ, എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്താണ് നിങ്ങളുടെ ആവശ്യം, എന്താണ് നിങ്ങളുടെ കാര്യം എന്നുള്ളത്. അപ്പോൾ ഉലമാക്കൾ പറയുന്നത്, ഈ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് സ്ത്രീകളെ അവിടെ കാണുക എന്നുള്ളത് അത്ര സ്വാഭാവികമായൊരു കാഴ്ച കൂടിയല്ല. കാരണം അവിടെ പുരുഷന്മാർ മാത്രം കുടിക്കുന്ന സ്ഥലത്ത് എന്തിനാണ് രണ്ട് സ്ത്രീകൾ മാത്രം സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മുഖത്ത് എന്താണ് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് എന്നുള്ളത് കൂടി പരിഗണിച്ചിട്ടാവാം മൂസ അലൈഹിസ്സലാം ഇവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ അദ്ദേഹമാണ് ഈ കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, ഒന്നാമത്തെ കാര്യം. എന്നിട്ട് അപ്പോൾ അവർ ഈ രണ്ട് സ്ത്രീകൾ, അവരെ സംബന്ധിച്ചിടത്തോളം മൂസ അലൈഹിസ്സലാം ഒരു തീർത്തും അപരിചിതനായ ഒരു മനുഷ്യനാണ്. ചിലപ്പോൾ അവർ ദിവസവും വെള്ളം കളക്ട് ചെയ്യാൻ വരുന്ന സ്ഥലമാണ്, പക്ഷേ ഇദ്ദേഹത്തെ ഇതിനു മുൻപ് ഒന്നും കണ്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹം വന്ന് ഇവരോട് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടെന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ആ ഒരു ചൈതന്യം, അല്ലെങ്കിൽ അത്രയും ജെന്റിൽമാൻ ആയ രീതിയിലാണ് അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് മറുപടി കൊടുക്കുകയാണ്. എന്തിനാണ് അവർക്ക് മറുപടി കൊടുക്കുന്നത് എന്നുള്ളത് തന്നെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നതാണ്. കാരണം മൂസ അലൈഹിസ്സലാം നേരെ വരുന്നു, അവരുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കുന്നില്ല, വളരെ മാന്യമായിക്കൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അതും രണ്ട് വാക്കുകൾ, ഖാല മാ ഖത്ബുകുമ, എന്താണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ ഇതിന് മറുപടി ആയിക്കൊണ്ട് അവർ പറയുകയാണ്, ഞങ്ങളുടെ പിതാവ് വളരെ പ്രായം ചെന്നൊരു വ്യക്തിയാണ്, ഞങ്ങൾക്ക് ഒരാളെ ഇവിടെ ഇതിനു വേണ്ടിയിട്ട് മാത്രം ഒരു സെർവൻറ്റിന് വെക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല എന്നത് ഇതോടൊപ്പം തന്നെ ഒബ്വിയസ് ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കണം, ഞങ്ങളുടെ കാലികൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഞങ്ങൾ വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് അവർ മൂസ അലൈഹിസ്സലാമിനെ അറിയിക്കുകയാണ്. മൂസ അലൈഹിസ്സലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സമയത്ത് നബി അല്ല. മൂസ അലൈഹിസ്സലാം നബി ആവുന്നത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇങ്ങനെ സ്ത്രീകളോട് പെരുമാറാനുള്ള ഈ ഒരു എറ്റിക്കറ്റ് എവിടെ നിന്ന് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൂസ അലൈഹിസ്സലാമിൻ്റെ ഉമ്മയാണ് അദ്ദേഹത്തെ വളർത്തിയത് എന്നുള്ളത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. ഈ ചരിത്രം നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് അദ്ദേഹത്തിനെ ഫിറഔൻ്റെ കൊട്ടാരത്തിൽ വെച്ച് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഉമ്മയുടെ അടുത്ത് നിന്നാണ് സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന കാര്യം, എന്ന എറ്റിക്കേറ്റ്
മൂസ അലൈഹി സ്വലാം പഠിക്കുന്നത്. എന്നിട്ട് മൂസ അലൈഹി സ്വലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഫസഖാ ലഹുമ മൂസ അലൈഹി സ്വലാം അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം ആ ആടുകൾക്ക് വെള്ളം അവിടെ നിന്ന് കിണറിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് അവർക്ക് വെള്ളം നൽകുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് വേണ്ടി എന്നുള്ളത്? ഇപ്പോൾ മൂസ അലൈഹി സ്വലാം എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ തനിക്ക് വേണ്ടി, അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്തു കൊടുത്തത് എന്നല്ല, മറിച്ച് പൂർണ്ണമായ ശുദ്ധമായ നിയത്തോടു കൂടി ഈ സ്ത്രീകളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് മൂസ അലൈഹി സ്വലാം അവിടെ നിന്നും അവർക്ക് വെള്ളമെടുത്ത് നൽകുന്നത് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ഈ സ്ത്രീകൾ തീർത്തും അപരിചിതനായ മൂസ അലൈഹി സ്വലാമിനെ വിശ്വസിച്ച് അവരുടെ കാര്യം പറയുന്നു എന്ന് മാത്രമല്ല, അവരുടെ കാലികളെ, ലൈഫ് സ്റ്റോക്കിനെ മൂസ അലൈഹി സ്വലാമിനെ ഏൽപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും മൂസ അലൈഹി സ്വലാം ഒരു മാന്യനായ വ്യക്തിയാണ് എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ്. അപ്പം മാന്യമായ വ്യക്തി എന്ന് എന്തുകൊണ്ടാണ് അവർക്ക് തോന്നുന്നത്? മാന്യതയോട് കൂടിയിട്ടുള്ള ഇടപെടലുകൾ അവിടെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആടുകൾക്ക് വെള്ളം നൽകി ആടുകളെ തിരിച്ച് ഇവരുടെ അടുത്ത് ഏൽപ്പിച്ചതിന് ശേഷം തൊട്ടുടനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സുമ്മ ചവല്ല, മൂസ അലൈഹി സ്വലാം അവിടെ നിന്ന് തിരിയാണ്. മൂസ അലൈഹി സ്വലാം അവിടെ നിന്ന് പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിന്നുകൊണ്ട്, ഇപ്പം ഈ ഒരു സന്ദർഭത്തിൽ അത് അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അല്ലെങ്കിൽ ആ സ്ത്രീകളെ സഹായിക്കുന്നു. ആ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മൂസ അലൈഹി സ്വലാം ഇപ്പോൾ ഹീറോ ആണ്. ആ സന്ദർഭത്തിൽ, വളരെ സെൻസിറ്റീവായ ആ ഒരു സന്ദർഭത്തിൽ മൂസ അലൈഹി സ്വലാമിന് അറിയാം, ഇനി എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ആ സംസാരം എന്തൊക്കെ മറ്റു പല രീതികളിലേക്കൊക്കെ മാറാൻ സാധ്യതയുണ്ടെന്ന് കാണുമ്പോൾ മൂസ അലൈഹി സ്വലാം ഒരു അക്ഷരം പോലും സംസാരിക്കാതെ, കാര്യം എന്താണെന്ന് ചോദിച്ചു, ആ കാര്യം ചെയ്തു കൊടുക്കുന്നു. പിന്നെ അവിടെ നിൽക്കേണ്ട കാര്യമില്ല. സുമ്മ ചവല്ല, എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞുകൊണ്ട് നേരെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല, മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഖാല റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലൈഹി മിൻ ഖൈരിൻ ഫഖീർ. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയുകയാണ്, ഞാനൊരു ഫക്കീറാണ്, എൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല, നിൻ്റെ ഏതൊരു ഖൈറിലേക്കും ഞാൻ ആവശ്യക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവിടെ മറ്റൊരു പാഠം കൂടി നമുക്ക് മനസ്സിലാവുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിക്കുന്നത്, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യാൻ മുതിർന്നു കഴിഞ്ഞാൽ, നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് തരും എന്നുള്ളത് ഹദീസുകളിൽ കാണാൻ പറ്റും, ചരിത്രങ്ങളിൽ കാണാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണം കൂടിയാണിത്. മൂസ അലൈഹി സ്വലാം അവരുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. അദ്ദേഹം വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നിട്ട് അദ്ദേഹം പോയി അവരോട് കാര്യം അന്വേഷിച്ച് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ രണ്ട് സ്ത്രീകൾ തിരിച്ച് വീട്ടിലേക്ക് പോയതിന് ശേഷം അവർ ഉപ്പയോട് കഥ പറയുന്നു. ആ ഉപ്പ അവരോട് ഇദ്ദേഹത്തെ വിളിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തുകളിൽ പറയും, ഫജാഅത് ഇഹ്ദാഹുമ, അതിൽ നിന്ന് ഒരു സ്ത്രീ, മൂസ അലൈഹി സ്വലാമിൻ്റെ പിന്നീട് ഭാര്യയായി മാറുന്ന ഒരു സ്ത്രീ തിരിച്ചു വരികയാണ്. വളരെ നാണത്തോടു കൂടി തിരിച്ചു വരുന്നു. എന്നിട്ട് അവർ ഇദ്ദേഹത്തോട് പറയുകയാണ്, ഖാലത്ത് ഇന്ന അബി യദ്ഉക, എൻ്റെ ഉപ്പ നിങ്ങളെ വിളിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ഈ സ്ത്രീക്ക് വന്ന് മൂസ അലൈഹി സ്വലാമിനോട് സംസാരിക്കുമ്പോൾ പറയുന്നത് എൻ്റെ ഉപ്പ നിങ്ങളെ വിളിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഒരു പുരുഷനുമായി അല്ലെങ്കിൽ ഇത്തരം സന്ദർഭത്തിലൊക്കെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിലൊക്കെ ഇടപെടേണ്ടി വരുമ്പോൾ ഒരു സ്ത്രീ നിർബന്ധമായിട്ടും അവരുടെ വീട്ടുകാർ അല്ലെങ്കിൽ ഉപ്പാനെയോ ജ്യേഷ്ഠനെയോ ആരെങ്കിലുമൊക്കെ സംഭാഷണത്തിലെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതായിരിക്കും. കാരണം സീരിയസ് ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ അവരുമായി എന്തെങ്കിലുമൊക്കെ മോശം ഇൻറ്റൻഷനോട് കൂടി പെരുമാറാൻ സാധ്യതയുള്ള പുരുഷന്മാരുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വേക്കപ്പ് കോൾ ആയിരിക്കും. കാരണം ഈ ഉപ്പയോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരെങ്കിലും ഇടപെടുത്തുന്നത് ആണ് ഏറ്റവും സ്ത്രീകൾക്ക് സേഫ് ആയിട്ടുള്ള ഒരു സാഹചര്യം എന്നുള്ളത് നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. എന്നിട്ട് മൂസ അലൈഹി സ്വലാമിനോട് പറഞ്ഞ മൂസ അലൈഹി സ്വലാം ഈ സ്ത്രീയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ അവരുടെ ഉപ്പയുടെ അടുത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് മൂസ അലൈഹി സ്വലാം മനസ്സിലാക്കുന്നത് ഈ സ്ത്രീ മൂസ അലൈഹി സ്വലാമിൻ്റെ മുന്നിലാണ് നടക്കുന്നത്. അപ്പോൾ കാറ്റടിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് മൂസ അലൈഹി സ്വലാം സ്ത്രീ മുന്നിൽ നിന്ന് നടക്കുമ്പോൾ ആ ഒരു കാഴ്ച അത്ര അപ്രോപ്രിയേറ്റ് ആവണമെന്നില്ല. കാരണം അവരുടെ ഡ്രസ്സിങ്ങിൻ്റെ വിഷയത്തിലെല്ലാം ഈ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് മൂസ അലൈഹി സ്വലാമിന് തോന്നിയിട്ടുണ്ടാവാം. മൂസ അലൈഹി സ്വലാം പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ മുൻപിൽ നടക്കാം, നിങ്ങൾ എൻ്റെ പുറകിൽ. എന്നിട്ട് ഞാൻ തെറ്റായ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്ന് തോന്നുകയാണെങ്കിൽ ശരിയായ ദിശയിലേക്ക് നിങ്ങൾ ഒരു കല്ലെടുത്തെറിയണം. ആ കല്ലെടുത്തെറിയുമ്പോൾ ഞാൻ ആ ശരിയായ ദിശയിലേക്ക് നടന്നോളാം എന്നുള്ളത്. അപ്പോൾ ഇത്രയും മാന്യമായ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട്, എന്നാൽ സ്ത്രീകളുമായി ഞാൻ ഇടപെടാറേ ഇല്ല എന്നുള്ള ആ ഒരു എക്സ്ട്രീമിലേക്കും പോവാതെ
മധ്യമ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ സ്ത്രീകളുമായി ആവശ്യത്തിന് അല്ലെങ്കിൽ മാന്യമായ രീതിയിൽ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടാണ് മൂസ അലൈഹി സ്വലാം നമുക്ക് ചരിത്രത്തിൽ കാണിച്ചു തരുന്നത്. എന്നിട്ട് അവിടെ എത്തിയതിന് ശേഷം ഉപ്പയോട് ഈ മൂസ അലൈഹി സ്വലാമിനെ വിളിക്കാൻ വേണ്ടി വന്ന അല്ലെങ്കിൽ ഈ സ്ത്രീ തന്നെ ചോദിക്കുന്നുണ്ട്, ഖാലത്ത് ഇഹ്ദാഹുമാ, വീണ്ടും ഇതേ സ്ത്രീ തന്നെ പറയാണ്, നിങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹത്തെ ഇവിടെ ഹയർ ചെയ്തുകൂടാ, അദ്ദേഹത്തെ നമുക്ക് വിലക്കെടുത്തുകൂടാ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവരുടെ ഉപ്പ മൂസ അലൈഹി സ്വലാമിന് ഈ ഒരു ഓഫർ കൊടുക്കുന്നത്, ഞാൻ നിനക്ക് ഇവിടെ ഭക്ഷണവും ഇതും തരാം, എൻ്റെ ഒരു മകളെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരികയും ചെയ്യാം, ഇത്ര ഒരു നിശ്ചിത കാലഘട്ടം നിങ്ങൾ എനിക്ക് വേണ്ടി ജോലി ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇവളെ സംബന്ധിച്ചിടത്തോളം മൂസ അലൈഹി സ്വലാമിനെ പറ്റി ഈ സ്ത്രീകൾ പറയുന്നത് ഖവിയുൻ അമീൻ, വിശ്വസ്തനായ ആളാണ്, ശക്തനായ ആളാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ കൂവത്തുള്ള ഒരാളാണ് എന്നുള്ളത് മൂസ അലൈഹി സ്വലാം സ്വാഭാവികമായിട്ട് ആ കിണറിൽ നിന്ന് വെള്ളം എടുക്കുന്ന സാഹചര്യത്തിൽ ഈ സ്ത്രീകൾ കണ്ടിട്ടുണ്ടാവാം. മൂസ അലൈഹി സ്വലാം വളരെ മസ്ക്യുലർ ആയിട്ടുള്ള കുറച്ച് നല്ല ഹൈറ്റുള്ള ശക്തനായ ഒരു മനുഷ്യനായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം വിശ്വസ്തനാണ്. കാരണം ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാന്യത പുലർത്തുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും സമ്പത്തിൻ്റെ വിഷയത്തിലും, കാരണം ബാക്കിയെല്ലാം അതിന് താഴെ വരുന്നുള്ളൂ, അപ്പോൾ സമ്പത്തിൻ്റെ വിഷയത്തിലും വിശ്വസ്തനാവും എന്നുള്ളത് നമുക്ക് ഇവർക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് പിന്നീട് ചരിത്രത്തിൽ സംഭവിച്ച മൂസ അലൈഹി സ്വലാം ഇവരെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ഈ സ്വാഭാവിക ഇപ്പോൾ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂസ അലൈഹി സ്വലാമിൻ്റെ ഭാര്യയാവാൻ പോയ ആ സ്ത്രീ, അവരാണ് ഉപ്പയോട് പറയുന്നത് നിങ്ങൾ ഇദ്ദേഹത്തെ ഹയർ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീലിങ്സ് അതിൻ്റെ ഭാഗമായിട്ടുണ്ട്, അല്ലെങ്കിൽ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ ഈ ആളോ വിവാഹം കഴിച്ചാൽ കൊള്ളാം എന്നൊക്കെ ആ സ്ത്രീക്കും തോന്നിയിട്ടുണ്ടാവാം ചരിത്രത്തിൽ വെച്ച്. പക്ഷെ ആ ഒരു തോന്നലൊന്നുമല്ല ഇവിടെ പ്രശ്നം. ആ തോന്നലിൻ്റെ പേരിലൊന്നും നമ്മൾ ശിക്ഷിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സിൻ്റെ പേരിലോ ഒന്നുമല്ല, മറിച്ച് ആ ഫീലിങ്സ് എങ്ങനെയാണ് ആക്ഷനായി മാറുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പ്രവൃത്തിയിൽ വരുന്നത് എന്നുള്ളതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല, അത് ഇത് എന്നുള്ളതല്ല, ഏതൊരു വിഷയത്തിലും നമ്മുടെ മനസ്സിൻ്റെ തോന്നലുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പിടിക്കുകയോ നമ്മളെ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല. അൽഹംദുലില്ലാഹ്, നമ്മൾ ആ ഫീലിങ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ആക്ഷനാണ്. അപ്പോൾ അന്യ സ്ത്രീകളുമായി നമുക്ക് കാണുമ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ഒരു പുരുഷൻ ഉണ്ടാവേണ്ട ഫീലിങ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് വന്നേക്കാം. പക്ഷേ അത് മാന്യമായി എങ്ങനെയാണ് ആ സ്ത്രീയോട് ഇടപെടുന്നത്, എങ്ങനെയാണ് അവരോട് സംസാരിക്കുന്നത്, അവരുമായുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നതും നമുക്ക് തെറ്റും ശരിയും എഴുതി വെക്കുന്നതും. അപ്പോൾ ഇവിടെ മൂസ അലൈഹി സ്വലാം ആ സ്ത്രീയും രണ്ടുപേരും വളരെ മാന്യമായ രീതിയിൽ പരസ്പരം ഇടപെട്ടുകൊണ്ട് അവിടെ സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഇടപെടുന്നതുമായ ഒരു കാഴ്ച നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇത് എന്നെയും നിങ്ങളെയും പോലുള്ള ഒരുപാട് ചെറുപ്പക്കാരെന്നല്ല എല്ലാ പ്രായത്തിലുള്ള പുരുഷന്മാർക്കും ഇതൊരു വലിയ പാഠമാണ് നൽകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.